കഴിഞ്ഞ മാസം ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ യോഗത്തിനു നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ കാലിന് പരിക്കേറ്റതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ്, ജുഡീഷ്യറി മേധാവി ഗോലം ഹുസൈൻ മുഹ്സിനി എജയ്, മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ പെസഷ്കിയാനുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇറാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്കെതിരെ ഇസ്രായേൽ വ്യോമാക്രമണം ആരംഭിച്ച് 4 ദിവസത്തിനു ശേഷമാണ് ഈ ആക്രമണം ഉണ്ടായത്. കെട്ടിടത്തിന്റെ പ്രവേശന കവാടങ്ങളിൽ 6 ബോംബുകളോ മിസൈലുകളോ പതിച്ചു. അകത്തുള്ളവർ പുറത്തു പോകുന്നത് തടയാനും വായു അകത്തേക്ക് കടക്കുന്നത് തടയാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണിതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കെട്ടിടത്തിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടെങ്കിലും എമർജൻസി ഹാച്ച് വഴി ഉദ്യോഗസ്ഥർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. പെസഷ്കിയാനും മറ്റു ചിലർക്കും രക്ഷപ്പെടുന്നതിനിടെ കാലുകൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ തന്നെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് പെസഷ്കിയാൻ ആരോപിച്ചിരുന്നു. ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലും ഇസ്രായേലിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിനാൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്.